الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه صلى الله على سيدنا محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം ഈ സദസ്സിന് ഉണ്ടാകുമാറാകട്ടെ. നാളെ പരലോകത്ത് ഇതൊരു കനപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മുഹറം ചരിത്രവും വർത്തമാനവും എന്ന തലവാചകത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ചില അടിസ്ഥാനങ്ങളെ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു താല്പര്യമാണ്. കേവലം ചില പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടോ അതുപോലെ തന്നെ ചില ക്ലാസുകൾ കേട്ടുകൊണ്ടോ പൂർണ്ണത ലഭ്യമാവുകയില്ല. അത് അതിലേക്കുള്ളൊരു ചൂണ്ടുപലകയാണ് എന്ന് ആമുഖമായി പറയുകയാണ്. ഈ വിഷയം വളരെ ആഴത്തിൽ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ സംഗതിയാണ്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാര്യക്ഷമമായി ആഴത്തിൽ നിങ്ങളത് ഈ വിഷയത്തിൽ പഠനം നടത്തേണ്ടതുണ്ട്. ആമുഖത്തിൽ സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ മുഹറം എന്ന് പറയുന്ന മാസമുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ മാസമാണ്. ഇങ്ങനെ പ്രത്യേകമായി വിശേഷിപ്പിക്കപ്പെട്ട മാസത്തിലാണ് നാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് മുഹറം എന്നുള്ളത്. ഈ ചരിത്ര സംഭവത്തെ ഓർത്തെടുക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട കാര്യം സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആമുഖത്തിൽ സൂചിപ്പിച്ചു 3 കാര്യമാണ് മുഹറം മാസത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് ഹിജ്റ, മറ്റൊന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്രായേൽ സന്തതികളും എല്ലാം ചേർന്ന് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് കടൽ കടന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു ചരിത്ര സംഭവം. മറ്റൊന്ന് നമ്മെ ഏവരെയും ദുഃഖിപ്പിക്കുന്ന കർബല സംഭവം. ഈ 3 സംഭവത്തെയും ചില കാര്യങ്ങൾ വർത്തമാനകാലത്ത് നമ്മൾ വായിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളും കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. പ്രധാനമായും ഒന്നാമത്തെ നമുക്കെല്ലാവർക്കും സുപ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹിജ്റ എന്നുള്ളത്. ഹിജ്റ കലണ്ടർ രൂപപ്പെടുത്തുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ഇമാം ബുഖാരിയിൽ നിന്നും സഹൽ ഇബ്നു സഅദിൽ നിന്നും നിവേദനം ചെയ്യുന്നുണ്ട്. അവർ തീയതി കണക്കാക്കുന്നതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെയോ വിയോഗത്തെയോ കണക്കാക്കിയില്ല. അദ്ദേഹത്തിന്റെ മദീനയിലേക്കുള്ള ആഗമനത്തെയാണ് അവർ കണക്കാക്കിയത്. ഇതായിരുന്നു പ്രധാനമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെയോ നുബൂവത്തിനെയോ അതുപോലെ തന്നെ മറ്റൊന്നും കണക്കാക്കാതെ, ജനനത്തെയോ കണക്കാക്കാതെ ഇവിടെ തീരുമാനിക്കപ്പെട്ടത് ഹിജ്റയാണ്. പിന്നീട് ഹിജ്റ കലണ്ടറിന്റെ 1-ാം തീയതി പരിഗണിക്കുന്നതിലും ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്നു ഹജർ പറയുന്നു, ഹിജ്റ കലണ്ടറിൽ ഇസ്ലാമിന്റെ 1-ാമത്തെ ദിവസമാക്കിയതിന് ഒരു കാരണമുണ്ട്. ഒരു പ്രധാന സംഭവത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ ഹിജ്റി കലണ്ടർ രൂപപ്പെടുത്തുന്നത്. വർഷം നിശ്ചയിക്കുന്നത് ഹിജ്റ മുതൽ അങ്ങോട്ടാണ് വർഷം നിശ്ചയിക്കുന്നത്. എന്നാൽ ആ മാസം തെരഞ്ഞെടുത്തപ്പോൾ അതിന്റെ ആദ്യത്തെ ദിവസത്തിൽ തന്നെ ചില ചർച്ചകൾ വന്നു. അതിൽ പ്രധാനമായും വന്നത് സൂറത്ത് തൗബയിലെ 108-ാമത്തെ ആയത്തിൽ പറയുന്നത്, ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ അഹഖുൻ അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കൽപ്പന എന്നോണം പറയുകയുണ്ടായി, നീ ഒരിക്കലും അതിൽ നമസ്കരിക്കരുത്. ഒരു സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയാൽ പടുത്തുയർത്തപ്പെട്ട പള്ളിയാണ് നിനക്ക് നിന്ന് നമസ്കരിക്കാൻ ഏറ്റവും അർഹം. അതുകൊണ്ട് വിശുദ്ധി വരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവിടെയാണ് ചെന്ന് നമസ്കരിക്കേണ്ടത്. അള്ളാഹു വിശുദ്ധി വരിക്കുന്നവരെ വളരെയധികം ഇഷ്ടപ്പെടും. ഇതിനൊരു പ്രത്യേക സാഹചര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സമയത്ത് മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഖുബ എന്നൊരു മസ്ജിദ് പണിയുന്നു. അതിനുശേഷമാണ് മദീനയിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യമായി ഖുബ എന്നൊരു മസ്ജിദാണ് പണിയുന്നത്. മദീനയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പണിതത് മസ്ജിദുൻ നബവിയാണ്. അങ്ങനെ മസ്ജിദുൻ നബവിയിൽ പണിതതിനു ശേഷം ആദ്യമായി നിർഭയത്വത്തോടുകൂടി സുജൂദ് ചെയ്ത ആ ദിവസത്തെ മിൻ അവ്വലി യൗമിൻ, ഈ സൂറത്ത് തൗബയിൽ പറഞ്ഞ ആദ്യത്തെ ദിവസം വിശുദ്ധി വരിച്ച് നീ സുജൂദ് ചെയ്ത ആ സ്ഥലമുണ്ട്, അത് പവിത്രമാണ്. അതുകൊണ്ട് നീ മറ്റൊന്നിലേക്ക് പോകേണ്ടതില്ല എന്ന് പറയാൻ കാരണം, മുനാഫിക്കുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു പള്ളി പണിതിരുന്നു, മസ്ജിദുൽ ളിറാർ എന്നുള്ള മറ്റൊരു സ്ഥലത്ത് ഈ സമയത്ത്. അപ്പോൾ ആ പള്ളി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരക്കിലായിരുന്നു. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ക്ഷണം വരുന്നത്. അങ്ങനെ ഈ ക്ഷണം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് അറിയാമായിരുന്നില്ല. ഇത് ഒരു പള്ളി എന്നുള്ള നിലക്ക് ഉദ്ഘാടനം ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. തിരക്കാണ്, ഇപ്പോൾ തബൂക്ക് കഴിഞ്ഞ് പൂർത്തി അതിന്റെ കാര്യങ്ങൾ നടക്കട്ടെ, അതിനു ശേഷം നമുക്ക് ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മുസ്ലിം സംഘവും ഈ തബൂക്കിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ മുനാഫിക്കുകൾ ചേർന്ന് ഈ മസ്ജിദുൽ ളിറാറിനകത്ത് നിന്നുകൊണ്ട് പ്രവാചകൻക്കെതിരെ ആസൂത്രണം നടത്തിയ ഒരു സാഹചര്യം കൂടി മസ്ജിദുൽ ളിറാർ, ആ പള്ളിയാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കുന്നത്. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ തബൂക്ക് കഴിഞ്ഞ് മടങ്ങവേ ഈ ആയത്ത് ഇറങ്ങുന്നത്, ലാ തഖും ഫീഹി അബദൻ, നീ ഒരിക്കലും അവിടെ പോയി നിന്ന് നമസ്കരിക്കരുത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിന്റെ എന്തോ ഒരു പ്രശ്നം മനസ്സിലാക്കി അന്വേഷണത്തിന് ആളെ വിട്ടപ്പോഴാണ് ഈ സംഭവം നടന്നിട്ടുണ്ട്. ഉടനെ തന്നെ ഒരു സൈന്യത്തെ അയച്ചുകൊണ്ട് ആ പള്ളി പൊളിപ്പിക്കുന്നുണ്ട് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് നിർഭയമായി നമസ്കരിക്കാൻ ഇടം കിട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർഭയമായ ഒരു ഭയവുമില്ലാതെ മക്കയിൽ സ്വതന്ത്രമായി നമസ്കരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മദീനയിലേക്ക് പ്രവേശിച്ച ആദ്യമായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ നിർഭയമായി സുജൂദ് ചെയ്ത അതേ ദിവസമാണ് മുഹറം 1 എന്ന് ചരിത്രകാരന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ദിവസം നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യമാണ്. എല്ലാ ഭയവും ഉപേക്ഷിച്ചുകൊണ്ട് നല്ല സ്വാതന്ത്ര്യത്തോടുകൂടി സുജൂദ് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിൽ ആദ്യമായി സ്വാതന്ത്ര്യത്തോടുകൂടി സുജൂദ് ചെയ്ത ദിവസമാണ് മുഹറം 1 എന്നുള്ളത്. അതുകൊണ്ട് ഹിജ്റ കലണ്ടർ രൂപീകരിക്കുമ്പോൾ 4 കാര്യമാണ് മുന്നോട്ട് വന്നത്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബീഉൽ അവ്വലിലാണ് ഈ ചർച്ച നടക്കുന്നത്. റബീഉൽ അവ്വലിൽ ചർച്ച നടക്കുമ്പോൾ പല ആളുകളും പറഞ്ഞു റബീഉൽ അവ്വലിലാണ് നമുക്ക് ആദ്യത്തെ മാസമായി തിരഞ്ഞെടുക്കുവാൻ, അല്ലെങ്കിൽ കലണ്ടറിന്റെ പേര് ഈ ജനനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാക്കാം എന്നുള്ള ചർച്ച വന്നു. അപ്പോൾ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പാണ്, അന്നൊന്നും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. മറ്റൊരു അഭിപ്രായം വന്നത് പ്രവാചകന്റെ നിയോഗത്തെ സംബന്ധിച്ച്, നുബൂവത്തിനെ സംബന്ധിച്ചാണ്. നുബൂവത്തിനെ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിലാണല്ലോ നുബുവത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറയിൽ നിന്ന് കിട്ടുന്നത്. ലൈലത്തുൽ ഖദർ എപ്പോഴാണ് നമുക്ക് അറിയാമെങ്കിൽ എളുപ്പമായിരുന്നല്ലോ. പക്ഷേ അത് അവസാനത്തെ 10-ലാണ്. ഏത് ദിവസമാണെന്ന് അറിയുക സാധ്യമല്ല. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള ആ തീയതി നമുക്ക് തെരഞ്ഞെടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം വന്നു. മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ്. അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വിയോഗം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് വർഷം അത് ആ സങ്കടം ഓർമ്മപ്പെടുത്തേണ്ടതില്ല എന്നുള്ള അഭിപ്രായം കടന്നു വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഹിജ്റയെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എല്ലാ പ്രമുഖരായ സഹാബിമാരൊക്കെ അതിനെ പിന്തുണച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്തുണച്ചു, അലി റളിയല്ലാഹു അൻഹു പിന്തുണച്ചു. അങ്ങനെ മറ്റെല്ലാ സഹാബിമാരും ഐക്യകണ്ഠേന അത് തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഫത്ഹുൽ ബുഖാരിയിൽ പറയുന്നുണ്ട്, ഈ ചർച്ച നടന്ന റബീഉൽ അവ്വലിലാണ്. ഹിജ്റ മുഹറം മാസം തെരഞ്ഞെടുക്കൽ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരെല്ലാം കൂടി ചേർന്ന് അഭിപ്രായപ്പെട്ടതാണ് ഈ മുഹറം തെരഞ്ഞെടുക്കുവാനുള്ള
കാരണം അത് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ മുഹറം മാസം എന്ന് പറഞ്ഞാൽ അത് നഹ്സിന്റെ മാസമാണെന്നാണ്. അന്നൊന്നും ചെയ്യാൻ പാടില്ല. ആദ്യത്തെ 10 ദിവസം വലിയ പ്രശ്നമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അത് ഈ മുഹറം മാസം നഹ്സായി നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞത് നമ്മൾ അത് വേറൊരു വസ്തുത, അതിന്റെ മറുവശമുണ്ട്. ഖുറൈശികൾ മുഹറം മാസം തെരഞ്ഞെടുത്തിരുന്നില്ല, അത് അപശകുനമുള്ളൊരു മാസമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അപ്പോ അതും അതിനോട് ചേർത്ത് വായിക്കണം. അത് ആ വഴിയിലൂടെ വന്നതാണോ എന്നും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, വളരെ ഖേദമുണ്ടാക്കുന്ന ഒരു സംഭവം കർബലയിൽ നടന്നിട്ടുണ്ട്. ഞാൻ ഷിയ വിഭാഗത്തിൽ നിന്ന് വന്നതാണോ എന്നും നമുക്ക് അറിയാൻ സാധ്യമല്ല. എങ്കിൽ കൂടി പുതിയ ഹിജ്റ വർഷം ഈ വരവേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അതേക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാകേണ്ടതുണ്ട്. പുതിയ വർഷം പിറക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളിൽ ഉണ്ടാകേണ്ട സംഗതി പുതിയ ഹിജ്റ വർഷം പിറവിയെടുത്തു. പക്ഷെ ഇന്ന് ലോകക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആരും അങ്ങനെ ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചിട്ടല്ല കാര്യങ്ങളെ നീക്കുന്നത്. അതുകൊണ്ട് ഒരു പുതിയ വർഷമായി നമ്മളൊരു ഫീലിംഗ് വന്നിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടി ആ ഒരു ഫീലിംഗ് വരണമല്ലോ. കാരണം നമ്മൾ വൈകാരികമാകേണ്ടതിന്റെ ഈ വിഷയത്തിൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ വെളിച്ചം ലോകത്തിന് കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു സന്ദർഭമാണ് ഹിജ്റ എന്നുള്ളത്. വിശ്വാസികളുടെ പ്രതീക്ഷയും പ്രത്യാശയും അടങ്ങുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായി ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളെ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്ത് നന്മയിലേക്ക് മുന്നേറാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് നിർത്താനുള്ളത്. ഇസ്ലാമിന്റെ ഹിജ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയത്തിലേക്കുള്ള ഒരു വഴി തെളിയിച്ച ഒരു സംഭവമാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു മുന്നേറ്റം കൂടിയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിനെ ശത്രുക്കൾ ഒളിച്ചോട്ടമെന്ന് അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ നോക്കിക്കഴിഞ്ഞാൽ പലായനം എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ പലായനമല്ല. ഇസ്ലാമിൻ്റെതായ കുറെ വാക്കുകളുണ്ട്, പദങ്ങളുണ്ട്. ആ പദം ഇസ്ലാം തന്നെ അത് വിശദീകരണം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ഡിക്ഷണറിയിൽ നോക്കിയിട്ട് നമ്മൾ പറയാൻ സാധ്യമല്ല. നമ്മളൊക്കെ ഇതുവരെ പഠിച്ചു വെച്ചൊരു സാധനമാണ് പലായനം എന്നുള്ളത്. പലായനം എന്ന് അതിനൊരിക്കലും അർത്ഥം വെക്കാൻ സാധിക്കുകയില്ല. ഹിജ്റ എന്നാൽ ഒഴിവാക്കിപ്പോയി എന്നാണ് അതിന്റെ അർത്ഥം. ഒഴിവാക്കിപ്പോവുക എന്നുള്ളതാണ്. അതൊരിക്കലും പലായനമെന്ന് പറയുക സാധ്യമല്ല. ബോധപൂർവം ഒഴിവാക്കുന്ന സംഗതിയാണ്. പലായനം അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഗതികേടുകൊണ്ട് ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് പലായനം എന്നുള്ളത്. എന്നാൽ ഹിജ്റ എന്നുള്ളത് ഒഴിവാക്കി പോവുക എന്നുള്ളതാണ്. ഈ ലോകത്ത് സ്വന്തമായി ഇഷ്ടപ്പെട്ട സ്വത്തുവകകൾ തുടങ്ങിയ എല്ലാം അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി പോകുന്നതിനെയാണ് ഹിജ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ഘട്ടം എന്നുള്ളത് ഷഹാദത്ത് എന്നുള്ളതാണ്. അപ്പൊ ഹിജ്റ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ത്യാഗമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചു പോകുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെയുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഉപേക്ഷിക്കാൻ സന്നദ്ധമാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു. തന്റെ ഇഷ്ടപ്പെട്ട ഭവനങ്ങൾ, തന്റെ ഇഷ്ടപ്പെട്ട ആളുകളെയും നാടിനെയും ഉപേക്ഷിച്ചു പോകാൻ ഇഷ്ടപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ മക്കയിൽ നിന്ന് തിരിഞ്ഞ് കണ്ണുനീർ വാർത്തുകൊണ്ട് പ്രവാചകൻ ആ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട മക്ക, നിന്നോട് വിട പറയാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ഈ ജനങ്ങൾ എന്നെ ഈ നാട്ടിൽ നിന്ന് ഉപദ്രവിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അത് നമ്മുടെ നാടിന് എത്ര തന്നെ ഏതൊക്കെ നാട്ടിൽ സൗകര്യത്തോടു കൂടി ജീവിച്ചാൽ പോലും സ്വന്തം ജന്മനാടിന് അത് വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തലമുതിർന്ന സകല പ്രവാചകന്മാരും ഹിജ്റ പോയിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹിജ്റ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഒരു ദേശാടന പക്ഷിയെ പോലെ ഹിജ്റ നടത്തുകയായിരുന്നു. ഇറാഖിൽ നിന്നും ട്രാൻസ് ജോർദാനിലേക്കും സിറിയയിലേക്കും ഫലസ്തീനിലേക്കും സൗദിയിലേക്കൊക്കെ ഹിജ്റ നടത്തിയ പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഹിജ്റയായിരുന്നു. ദേശാടന പക്ഷിയെ പോലെ ഇസ്ലാമിന്റെ സന്ദേശവുമായി നടന്ന് യാത്ര ചെയ്ത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ. അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഹിജ്റ നടത്തിയിരുന്നത്. പിഞ്ചു പൈതലായിരിക്കെ തന്നെ നൈൽ നദിയിലൂടെയാണ് ഹിജ്റ ആരംഭിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് ഇസ്രായേൽ സന്തതികളെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ അവിടുന്ന്
മദിയനിൽ നിന്ന് നാട് വിടേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മദിയനിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ ഈജിപ്തിൽ നിന്നും മദീനയിലേക്കുള്ള യാത്ര ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കും അങ്ങനെ ഒരു ഹിജറയുണ്ട്. കുട്ടിപ്രായത്തിൽ തന്നെ പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ അവിടുന്ന് ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുന്നുണ്ട്. അപ്പോൾ ജന്മനാട്ടിൽ എല്ലാ പ്രവാചകന്മാർക്കും സ്വതന്ത്രമായി നിൽക്കുവാൻ അങ്ങനെ പ്രവാചകന്മാർ എന്ന് പറഞ്ഞ ലോകത്തിന്റെ വെളിച്ചമാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് അവർ യാത്ര പോകേണ്ടി വന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവർ യാത്ര പോയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പെട്ടെന്ന് സംഭവിച്ചതല്ല, വളരെ ആസൂത്രണത്തോടു കൂടി സംഭവിച്ചതാണ്. 2 അഖബ ഉടമ്പടി കഴിഞ്ഞതിന് ശേഷമാണ് ഹിജ്റ തീരുമാനമാകുന്നത്. അതായത് 2 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഹിജ്റ ഉണ്ടാകുന്നത്. 2 വർഷം മുന്നേ ഹിജ്റ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ ഹിജ്റയിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് വളരെ ആസൂത്രണമായ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഹിജ്റ നടക്കുന്നത്. ഹിജ്റ ഈ അഖബ ഉടമ്പടിക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഫുൾ ടൈമറെ നിശ്ചയിച്ച് മദീനയിലേക്ക് വിടുന്നുണ്ട്. ഇസ്ലാമിന്റെ ആദ്യത്തെ ഫുൾ ടൈമറായിട്ട് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് വിടുന്നു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത വാക്ചാതുരി കൊണ്ട് വളരെ കഴിവുറ്റ വ്യക്തിത്വമായിരുന്നു. ആളുകളെ കയ്യിലെടുക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തെയാണ് മദീനയിലേക്ക് പറഞ്ഞേക്കുന്നത്. അങ്ങനെ 2 വർഷം അദ്ദേഹം ഫുൾ ടൈമറായി വർക്ക് ചെയ്തുകൊണ്ട് അവിടെ മദീനയിൽ ഇസ്ലാമിന് വേണ്ടി ഒരു മണ്ണൊരുക്കുകയാണ് ചെയ്തത്, വളരെ ആസൂത്രണത്തോടുകൂടി. അങ്ങനെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 2 അഖബ ഉടമ്പടികളും കഴിഞ്ഞതിന് ശേഷം, അഖബ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിജ്റ ചെയ്ത് വരും കുറച്ച് ആളുകൾ ഈ നാട് വിട്ടു വരുമ്പോൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു കരാർ എഴുതി ഒപ്പിട്ട് ശേഷമാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് സത്യവിശ്വാസികൾ ഹിജ്റ പോയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ആസൂത്രണം എന്ന് പറഞ്ഞാൽ അത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ പോകുന്നുണ്ട്. ഒരിക്കലും ഹിജ്റ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സാധാരണഗതിയിൽ സഞ്ചരിക്കുന്ന പാതയിലൂടെ അല്ല പ്രവാചകൻ പോയത്. നേരെ എതിർ ദിശയിലേക്കാണ് സഞ്ചരിച്ചത്. നേരെ എതിർ ദിശയിൽ കിടക്കുന്നു സൗർ ഗുഹ. ആ ഗുഹയിലാണ് താമസിക്കുന്നത്. 2 ദിവസം അവിടെ തങ്ങുന്നുണ്ട്. നേരെ പോവല്ല ചെയ്തത്, വളരെ ആസൂത്രിതമായി. ഈ സമയത്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന സകല വഴികളും തെരഞ്ഞു. പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കിട്ടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ ഒളിക്കുന്ന സാഹചര്യത്തിൽ അവിടെ അങ്ങോട്ട് പോകുന്ന അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ ഏൽപ്പിച്ചിരുന്നു. അങ്ങാടിയിലെ ചർച്ച അതിന്റെ ഔട്ട്പുട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ അസ്മയെ ഏൽപ്പിക്കുന്നുണ്ട് ഭക്ഷണം എത്തിക്കുവാൻ വേണ്ടി. 2 ദിവസത്തെ ഭക്ഷണം സൗർ ഗുഹയിലേക്ക് കൊണ്ടുവന്നത് അസ്മയായിരുന്നു. ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആ പാദങ്ങൾ ശത്രുക്കൾ മനസ്സിലാക്കുമെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആട്ടിടയനെ ഏൽപ്പിച്ചിരുന്നു. ഇവർ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആട് മേച്ച് അതിനെ നടക്കാൻ, അത് മായ്ച്ചു കളയുവാൻ വേണ്ടി. വളരെ ആസൂത്രിതമാണ്. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് ഈ സുച്ചിട്ട പോലെ ഇസ്രാ മിഅ്റാജ് പോയ പോലെ ഇവിടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവാൻ ഇത്ര പ്രയാസമുണ്ടായിരുന്നു. ഇതിന് മാതൃകാപരമായ ചില സംഗതികൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പാകത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രതിനിധാനം ചെയ്യുകയായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. ഇത്തരം സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഭയപ്പെടാതെ ആസൂത്രണത്തോടുകൂടി ഒരു കാര്യത്തെ നമ്മൾ ഒരു വലിയൊരു സംഭവങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ വളരെ അവധാനതയോടുകൂടി ആസൂത്രണത്തോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം. അവിടെ പേടിച്ചിരിക്കേണ്ടവരല്ല നമ്മൾ എന്ന് ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ രഹസ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അനുയായികൾ സുരക്ഷിതമായി മദീനയിലെത്തി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോകുന്നത്. പ്രവാചകന്റെ ഹിജ്റ അനുയായികൾ അവിടെ മദീനയിൽ സുരക്ഷിതമായി എത്തിയെന്ന് ആക്കിയതിനു ശേഷമാണ്. സാധാരണ നേതാക്കന്മാര് രക്ഷപ്പെട്ട് കഴിഞ്ഞ് അവരാണ് ആദ്യം രക്ഷപ്പെടുക. എന്തെങ്കിലും നാട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നേതാക്കന്മാർ സേഫ് ആക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹത്തായ നേതാവാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ കൃത്യമായി മദീനയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ ചില സംഭവങ്ങൾ, ചില കാര്യങ്ങൾ നടന്നുപോയിട്ടുണ്ട്. അതിൽ സുപ്രധാനമായ ഒരു സംഭവമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയെടുത്തു കഴിഞ്ഞാൽ വലിയ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ സമ്മാനമാണ്
100 ഒട്ടകമാണ്, അതും ചുവന്ന ഒട്ടകത്തെ കൊടുക്കാമെന്നുള്ള ഓഫർ കിട്ടിയപ്പോൾ ആളുകൾ പ്രവാചകന്റെ തലയെടുക്കുവാൻ വേണ്ടി രാജ്യത്തുടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സുറാഖ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോകുമ്പോൾ അവിടെ വഴിയിൽ വെച്ച് സുറാഖ കാണുകയാണ്. സുറാഖയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് അതിന്റെ സുറാഖയുടെ കഴിവിനെ സംബന്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ അമ്പെയ്ത്തിൽ അഗ്രഗണ്യനാണ്. സുറാഖ അമ്പെയ്ത്തിൽ അത് കൊണ്ടിരിക്കും. സാധാരണ അന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ പറയുമായിരുന്നു, എന്തെങ്കിലും എറിഞ്ഞിട്ട് കൊണ്ടുകഴിഞ്ഞെന്ന് പറയും, ഞാൻ സുറാഖയായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എറിഞ്ഞാൽ കൊള്ളുമെന്നുള്ളതാണ്. സുറാഖ നിരന്തരമായി അമ്പെയ്യുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരീരത്തിൽ ഏൽക്കുന്നില്ല. അങ്ങനെ പ്രവാചകന്റെ അടുത്തെത്തിയിട്ടും അമ്പെയ്തിട്ട് കൊള്ളുന്നില്ല. അങ്ങനെ സുറാഖയുടെ കുതിരയുടെ കാല് മരുഭൂമിയിൽ ആഴ്ന്നിറങ്ങുകയും സുറാഖ കുതിരപ്പുറത്തും താഴെ വീഴുകയും ചെയ്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അഭയം ചോദിക്കുകയാണ്. സുറാഖ അഭയം ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചുകൊണ്ട് ആ അഭയം നൽകുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഈ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കയ്യിൽ കിസ്രയുടെ വള അണിയിച്ചാൽ എങ്ങനെ ഇരിക്കും? കിസ്രയുടെ വള ഈ കയ്യിൽ അണിയിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു സുറാഖ എന്ന് പറയുന്നു. കിസ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അമേരിക്കയെ പോലെയുള്ള സാമ്രാജ്യത്വ ശക്തിയായിരുന്നു. പൂർണ്ണമായ അറേബ്യനെ കീഴ്പ്പെടുത്തുവാനുള്ള സകല ശക്തിയുമുള്ള ഒരു സാമ്രാജ്യത്വമായിരുന്നു കിസ്ര എന്നത്. ആ കിസ്രയുടെ രാജാവിന്റെ അധികാരമായിരുന്നു ഈ വള എന്നുള്ളത്. ഈ വളയും കയ്യിൽ പിടിക്കുന്ന ഒരു ദണ്ഡുമുണ്ട്. ഇത് നിന്റെ കയ്യിൽ അണിയിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുറാഖയോട് പറയുന്നുണ്ട്. എപ്പോഴാണ് പറയുന്നത്? സ്വന്തം നാട്ടിൽ പോലും നിൽക്കക്കള്ളിയില്ലാതെ പോകുന്ന പ്രവാചകന്റെ സ്വപ്നമായിരുന്നു. ഇസ്ലാം അതിന്റെ അധീനതയിൽ വരും, കിസ്രയെ കീഴ്പ്പെടുത്തുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുറാഖയോട് പറയുമ്പോൾ സുറാഖ പുഞ്ചിരിക്കുകയാണ്. ഹുർമുസിന്റെ മകൻ കിസ്രയോ എന്ന് വീണ്ടും സംശയത്തോടു കൂടി ചോദിക്കുന്നു. ബാപ്പാടെ പേര് പറഞ്ഞ് ചോദിക്കുന്നു. അതന്നെയല്ലേ, അത് മാറിപ്പോയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് സുറാഖ. എന്നിൽ മനസ്സിൽ പുഞ്ചിരിച്ച് പരിഹസിച്ചുകൊണ്ടാണ് സുറാഖ അവിടുന്ന് രക്ഷപ്പെടുന്നത്. പിന്നീട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഈ കിസ്ര കീഴടക്കുന്നത്. കിസ്ര കീഴടക്കിയതിനു ശേഷം അവിടുത്തെ എല്ലാ അധികാരങ്ങളും പിടിച്ചടക്കിയതിനു ശേഷം അവിടുത്തെ എല്ലാ കൊട്ടാരത്തിലെ ആഭരണങ്ങൾ മുഴുവൻ മക്കയിലേക്ക് കഅബയുടെ പരിസരത്ത് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു എവിടെ? സുറാഖ എവിടെ? ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സുറാഖ എവിടെ? ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ സ്വപ്നം കണ്ട ആ പ്രവാചകൻ, ആ സ്വപ്നം കാണുക മാത്രമല്ല, ജീവിതത്തിലുടനീളം അതിന് സമർപ്പിച്ചു എന്നുള്ളതാണ്. പൂർണ്ണമായും സമർപ്പിച്ചു, അതിന് സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സുറാഖയെ വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കയ്യിലെ ആ വള അണിയിക്കുന്നുണ്ട്. കിസ്രയുടെ അധികാരത്തിന്റെ വള അണിയിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തം ഇസ്ലാമിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി സ്വപ്നം കണ്ട ആ പ്രവാചകൻ ഒരിക്കലും മതരാഷ്ട്രവാദിയല്ല. മദീന രാഷ്ട്രമുണ്ടാക്കി ആ പ്രവാചകൻ മതരാഷ്ട്രവാദിയാണ്. ബഹുസ്വര സമൂഹത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക രാഷ്ട്രത്തിന് വിത്തുപാകുന്നത്. മദീനയിലെ ന്യൂനപക്ഷമായിരുന്നു മുസ്ലിങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുതയാണ്. മദീനയിലെ ന്യൂനപക്ഷമായിരുന്നു ക്രൈസ്തവരും ജൂതന്മാരും അഗ്നിയാരാധകരും ബൗദ്ധൈവ വിശ്വാസികളും അടങ്ങുന്ന വൈവിധ്യങ്ങൾ അടങ്ങുന്ന ആ വൈവിധ്യങ്ങൾക്കിടയിലാണ് ഇസ്ലാം അവിടെ ഇസ്ലാമിക രാഷ്ട്രത്തിന് വിത്തുപാകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മതരാഷ്ട്രവാദിയാകേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഒരിക്കലും മദീന രാഷ്ട്രത്തെ റദ്ദ് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കുക സാധ്യമല്ല. പ്രവാചകന്റെ ചരിത്രത്തിൽ, പ്രവാചകന്റെ ജീവിതത്തിലെ വലിയൊരു സിംഹഭാഗവും മദീനയിൽ ജീവിച്ച ഒരു പ്രത്യേക ഇസ്ലാമിന് ശക്തി പകർന്ന ഒരു കാലഘട്ടമാണ്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചരിത്രം വായിക്കുവാൻ സാധ്യമല്ല. അതിനെ മാറ്റി നിർത്താൻ നമുക്ക് സാധ്യമല്ല. അത്രത്തോളം അങ്ങനെയുള്ള മദീന രാഷ്ട്രത്തിന്റെ തലവനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട സ്വപ്നം, അതിന് അനുയായികൾക്ക് അങ്ങനെ ഒരു സ്വപ്നം കാണുമ്പോൾ അത് അബദ്ധമാണ് എന്ന് പറയുന്നത് ശരിയാണ്.
അതൊരിക്കലും അബദ്ധമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇസ്ലാമിന് മദീന രാഷ്ട്രമുണ്ട്. പിന്നെ ഇത് ഇന്ന് ഏറെ വർത്തമാന കാലഘട്ടത്തിലും ഇതൊരു ചർച്ചയാണല്ലോ. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മതരാഷ്ട്രവാദം എന്നുള്ളത്. എന്താണ് നിങ്ങൾ മതരാഷ്ട്രവാദത്തെ കുറിച്ച് മനസ്സിലാക്കിയത്? മതരാഷ്ട്രവാദം എന്നുള്ളത് ഇത് തെറ്റന്നെയാണ്. അത് നമ്മൾ ആരും മതരാഷ്ട്രവാദത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. യൂറോപ്യൻ തിയോക്രസി, ചർച്ചിന് മാത്രമാണ് മേധാവിത്വമുള്ളത് എന്ന് അങ്ങനെയുള്ളൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ക്രൈസ്തവർ ഭരിച്ച ഒരു യൂറോപ്പ് മുഴുവൻ ക്രൈസ്തവ മേലാധികാരികളുടെ ആ ഭരണത്തിന് കീഴിൽ ആ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് മതരാഷ്ട്രവാദത്തിലൂടെ സൃഷ്ടിച്ച യൂറോപ്പ്, ആ യൂറോപ്പിലെ അന്നത്തെ എഴുത്തുകാരെ, സാമൂഹ്യ പ്രവർത്തകരെ, അതുപോലെ തന്നെ മറ്റു സാംസ്കാരിക നായകന്മാരൊക്കെ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞിട്ടുണ്ട്. അതായത് ക്രൈസ്തവ മേധാവികൾ എന്താണോ പറയുന്നത് അതാണ്. അതിലപ്പുറത്തേക്ക് ഒരു എഴുത്തുകാരൻ കടന്നു വരാൻ പാടില്ല. അവരെ ചുട്ടരിച്ചു കൊന്നുകളയുന്ന ഒരു പ്രക്രിയയായിരുന്നു. മതം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ സമൂഹത്തെ മൊത്തം വരിഞ്ഞു മുറുക്കിയപ്പോൾ ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് മതരാഷ്ട്രവാദത്തിലൂടെ സൃഷ്ടിച്ചെടുത്തതാണ്. അങ്ങനെയുള്ളൊരു മതരാഷ്ട്രവാദത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാം എല്ലാത്തിനും അമ്രുഹും ഷൂറാ ബൈനഹും, നിങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. കൂടിയാലോചിക്കണം. ഇത് പറഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾ താലിബാനിസം പറയുന്നു. കൂടിയാലോചിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് സുംബ ഡാൻസ്? കൂടിയാലോചിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ താലിബാനികളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദത്തിന്റെ സംസ്കാരവും സ്വഭാവവും വളർത്തുന്ന ആരാണ്? ഞാൻ വർത്തമാന കാലഘട്ടത്തിലേക്ക് ഇസ്ലാമിന്റെ സംസ്കാരം എന്താണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ് ഇതിന് മോക്ഷം കിട്ടുന്നത്. ഈ മതരാഷ്ട്രവാദം ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ് മോക്ഷം കിട്ടുന്നത്. തുടർന്നാണ് പല ഇസങ്ങളും രൂപപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസം ആവട്ടെ, ക്യാപിറ്റലിസം, അങ്ങനെ കുറെ ഇസങ്ങൾ പൊട്ടിമുളച്ചു. കാരണം ഇതിന് ബദലായിട്ടൊരു സംവിധാനമാണല്ലോ. മതത്തെ ഉപേക്ഷിക്കുമ്പോൾ കുറെ ഇസങ്ങൾ കടന്നു വരണം. ആ ഇസങ്ങൾക്ക് കുറെ തത്വങ്ങൾ ഉണ്ടാകും. നമ്മൾ കേട്ടിട്ടുണ്ടാവും, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. പിന്നെയും കേട്ടിട്ടുണ്ടാവും, ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക്. അവിടെയാണ് വെട്ടിമുറിക്കലിന്റെ കാലഘട്ടം കടന്നു വരുന്നത്. ദൈവത്തിനെ അരികുവൽക്കരിച്ച ഒരു കാലഘട്ടമാണ് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം സംഭവിക്കുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, മതരാഷ്ട്രവാദം ഉണ്ടായ കാലഘട്ടം യൂറോപ്പിന്റെ കാലഘട്ടത്തിൽ ഈ ക്രൈസ്തവരിലൂടെ സംഭവിച്ചൊരു യാഥാർത്ഥ്യമായിരുന്നു. അങ്ങനെയുള്ളൊരു തലത്തിലേക്കല്ല നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടം എന്നുള്ളത് ബഹുസ്വര സമൂഹത്തെ ഉൾക്കൊണ്ടതായിരുന്നു. മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിപ്ലവകരമായ ഒരു മാറ്റമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയത്. ഔസും ഖസ്റജും തമ്മിൽ തല്ലിക്കൊണ്ട് രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സൗഹൃദം എന്നുള്ളത് അവരിൽ ഇല്ല. ആ കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുന്നത്. ഔസും ഖസ്റജിനെയും ചേർത്ത് പിടിച്ച ഒരു കാലഘട്ടം. അള്ളാഹുവിന്റെ അടിമകൾ എല്ലാവരും തുല്യരാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടാവിന്റെ ഏകത്വത്തിലേക്കുള്ള സഞ്ചാരമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടം എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വൈവിധ്യങ്ങളെ നിലനിർത്തി എന്നുള്ളതാണ്. വൈജാത്യങ്ങളെയും വൈവിധ്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചു. സൗഹൃദങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയാണ് മദീനയിൽ വളരെ സന്തോഷത്തോടുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് നന്ദി കുറിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരവും മറ്റു ആരാധനകളും പഠിപ്പിച്ച് അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. അതേപോലെ സാമൂഹികതയിലും ഭരണതലത്തിലും ഉള്ള വ്യവസ്ഥകൾ പഠിപ്പിച്ച് നടപ്പിലാക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെയ്തത്. എന്നാൽ ഭരണകൂടവും പറയരുത് എന്നതാണ് പുതിയ കാലത്തെ കാക്കമാർ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ കാലത്ത് ഇസ്ലാമിന്റെ ഭരണത്തെക്കുറിച്ചോ ഇസ്ലാമിന്റെ ഭരണകൂടത്തെക്കുറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മതരാഷ്ട്രവാദിയാവുകയും താലിബാനികളായും മാറുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിച്ചെടുത്ത ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിന്റെ സാമൂഹികതയെക്കുറിച്ചും നമ്മൾ പഠിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. ഇസ്ലാമിന്റെ സാമൂഹികതയോ രാഷ്ട്രീയമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതരാഷ്ട്രവാദമാക്കി മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ രാഷ്ട്രത്തെക്കുറിച്ച്, ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയമില്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഉഹുദ്, ബദർ,
ബദർ എന്നുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാകാൻ അത് ഇസ്ലാമിന്റെ രാഷ്ട്രീയമായിരുന്നു. ഇസ്ലാമിന്റെ യുദ്ധം എന്ന് പറഞ്ഞ രാഷ്ട്രീയമല്ലേ? ഇപ്പോ ലോകത്ത് നടന്ന യുദ്ധങ്ങളൊക്കെ രാഷ്ട്രീയമല്ലേ? അതിനെ മതമായിട്ട് മാറ്റി എഴുതിയിട്ടില്ലല്ലോ. ബദറിനെ കുറിച്ച് വാദോരാതെ വയലുകൾ നടത്തുന്നുണ്ട്. ബദറിനെ കുറിച്ച് ഈരടികൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ബദറിനെ കുറിച്ച് ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൊള്ളിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇസ്ലാം അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വളരെ മുന്നൊരുക്കം ചെയ്തിരുന്നു എന്നുള്ളതാണ്. മദീന രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വളരെ 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 പ്രായോഗികമായ കരുതലോടുകൂടിയുള്ള യാത്രയായിരുന്നു ഹിജ്റ എന്നുള്ളത്. മദീന എന്തുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ തടഞ്ഞു വെച്ചത്? ഒട്ടനവധി സഹാബിമാരെ തടഞ്ഞു വെച്ചു, തിരിച്ചയച്ചു, ശാരീരിക ഉപദ്രവം നടത്തി. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനു മുമ്പ് സംഭവിച്ചു പോയിട്ടുണ്ട്. മദീന രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര ശത്രുക്കൾ മനസ്സിലാക്കി. ഇത് അങ്ങോട്ട് പോയാൽ തിരിച്ചു വലിയൊരു വരവ് വരുമെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തടഞ്ഞു വെക്കുകയാണ്. ഒരുപാട് ആളുകളെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, തിരിച്ചു പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹുദൈബിയ സന്ധി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ്. ഹുദൈബിയ സന്ധിയിൽ ഒരു കാര്യമുണ്ട്. മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് വന്നാൽ സ്വീകരിക്കരുത്. യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെക്കുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചില ആളുകൾ ഈ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർദ്ദനം സഹിക്കവയ്യാതെ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരന്മാരെ തിരിച്ചു പോകണം, കാരണം ഒപ്പുവെച്ച് കഴിഞ്ഞു. ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു, ഇനി ഒരു യുദ്ധം ആവശ്യമില്ല എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇസ്രായേൽ ചെയ്യുന്നത് പോലെയല്ല. യുദ്ധം വെടിനിർത്തൽ അത് പ്രഖ്യാപിക്കും, ആദ്യം അവരെന്നെയാണ് ഇത് തെറ്റിക്കുക. അതൊരു സ്ഥിരം പല്ലവിയാണ്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ചപ്പോൾ മക്കയിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച് മടങ്ങിയെത്തവരെ തിരിച്ചയക്കുന്നത് ഉണ്ടെങ്കിൽ അത്രത്തോളം ഇസ്ലാമിന് വാക്ക് പാലിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവരായ ഒരു സമൂഹത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിച്ചെടുത്തത് എന്ന്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പ്രവേശിച്ചപ്പോൾ പ്രവാചകൻ സഞ്ചരിച്ച ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് മസ്ജിദുൻ നബവി പണിയിക്കാൻ തീരുമാനിച്ചത്. ഒട്ടകം മുട്ടുകുത്തിയത് യതീമായ കുട്ടികളുടെ സ്ഥലത്താണ്, പരിശുദ്ധമായ ആ മണ്ണിലാണ് ഇപ്പോൾ ഈ മസ്ജിദുൻ നബവി നിലകൊള്ളുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങിച്ചുകൊണ്ട് അവിടെ മസ്ജിദുൻ നബവി പണിയുന്നുണ്ട്. അപ്പൊ കേവലം ഒരു ഭൂമിശാസ്ത്രപരമായ യാത്രയല്ല ഹിജ്റ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സാഹോദര്യത്തിന്റെ ഉദാത്തമായ മാതൃകയായിരുന്നു എന്നുള്ളത്. പരസ്പരം അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ കോർത്തിണക്കിയ ഒരു സാഹോദര്യമുണ്ടല്ലോ, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സാഹോദര്യമായിരുന്നു. സ്വന്തം സഹോദരനെ പോലെ ചേർത്ത് വെച്ച ഒരു കാലഘട്ടമായിരുന്നു ഹിജ്റയിലൂടെ ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പരിചയമില്ലാത്ത ഒരാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിലേക്ക് അൻസാറുകളെയും മുഹാജിറുകളെയും ഇരുത്തിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയാണ്. ഇതാ നിനക്ക് ഇവരെ സ്വീകരിക്കുക. അങ്ങനെ അവിടെ പങ്കുവച്ചതിന് ശേഷം തന്റെ സ്വത്തിന്റെ പകുതി സ്വത്ത് ആ സ്വീകരിച്ച മുഹാജിർ അൻസാർ എഴുതി കൊടുക്കുന്നു എന്നുള്ളതാണ്. എല്ലാം സഹായിയായി അൻസാറുകൾ എന്ന്, മുഹാജിറുകൾ എന്ന് പറഞ്ഞ ഹിജ്റ പോയവർ, എല്ലാം ഉപേക്ഷിച്ചവർ. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം സഹായമായി നൽകുന്നവർ. അങ്ങനെ സാഹോദര്യത്തിന്റെ വെള്ളി വെളിച്ചം ലോകത്തിന് വിപ്ലവകരമായ ഒരു സംഭവമാക്കി മാറ്റിയ ഒരു കാലഘട്ടമായിരുന്നു ഹിജ്റ എന്നുള്ളത്. അതുകൊണ്ട് ഹിജ്റയെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത്രമാത്രമാണ് ഞാൻ ആമുഖമായി പറയാനുള്ളത്. അതായത് ഹിജ്റ എന്നുള്ളത് എല്ലാം ഉപേക്ഷിക്കുവാനുള്ള സന്നദ്ധത എന്നുള്ളതാണ്. സ്വന്തം ഇഷ്ടത്തെ ത്യജിക്കുവാൻ സൽമാൻ ഇബ്നു ഫാരിസ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ തടഞ്ഞു വെക്കുകയാണ്. ശത്രുക്കൾ തടഞ്ഞു വെച്ചുകൊണ്ട് സൽമാൻ ബിൻ ഫാരിസിനോട് പറഞ്ഞു, നീ അന്യദേശക്കാരനായിരുന്നു, മക്കയിൽ വന്ന് ബിസിനസ് ചെയ്ത് ഒരുപാട് സ്വത്തുണ്ടാക്കി, അത് ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല, നിനക്ക് ആ സ്വത്ത് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം.
സൽമാൻ ബിൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് സ്വത്ത് വേണ്ട, എനിക്ക് ഇസ്ലാം മതി. അത് ഉപേക്ഷിച്ചു പോകുമ്പോൾ, സ്വന്തം മകന്റെ കൈ പിടിച്ചു പോകുമ്പോൾ, മകന് വേണ്ടി ഭാര്യയുടെ കുടുംബവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും തമ്മിൽ തർക്കമാണ്. അവർ ശത്രുക്കളാണ്, അവർ മുസ്ലിങ്ങളല്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ തർക്കം മൂത്തുകൊണ്ട് ഈ കുട്ടിയെ പിടിവലി കൂടി കുട്ടിയുടെ കൈ അറ്റുപോകുന്നത് സ്വന്തം പിതാവ് നേർക്ക് നേരെ കാണേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ എല്ലാം ത്യജിച്ചുകൊണ്ട് ത്യാഗ മനസ്സോടുകൂടി പോകുന്ന ഒരവസ്ഥ. നമ്മൾ സേഫ് സോണിലാണ് ഇരിക്കുന്നത്. സേഫ് സോണിൽ ഇരിക്കുമ്പോൾ ഇസ്ലാം വളരുകയില്ല. ഇസ്ലാം വളരുകയില്ല. ഇസ്ലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടതുപോലെ കിസ്റയുടെ ആധിപത്യം ഇസ്ലാമിന് കീഴിൽ വരുമെന്ന സ്വപ്നം കണ്ടത് മാത്രമല്ല, അവർ സാക്ഷാത്കരിക്കുകയാണ് ജീവിത സമർപ്പണത്തിലൂടെ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമർപ്പണ മനസ്സ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് വേണ്ടി സ്വപ്നം കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ കുറെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ വീടിനെ കുറിച്ച് സ്വപ്നം കാണുന്നു, മക്കളുടെ ഭാവിയെ കുറിച്ച് സ്വപ്നം കാണുന്നു, നമ്മുടെ ഭൗതികമായ പല സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വപ്നം കാണുന്നു. എന്നെങ്കിലും എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എങ്ങനെയെങ്കിലും സ്വപ്നം കാണുവാൻ നമ്മൾ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വപ്നം കണ്ട ഒരു കൂട്ടത്തെയാണ് മുഹാജിറുകളായും അൻസാറുകളായും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട, അടയാളപ്പെടുത്തപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുൽ ജന്ന, വളരെ ഈസി ആയിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഖുർആൻ ചോദിക്കുകയാണ്. ഫലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമു സ്വാബിരീൻ. ഇതിന്റെ മുന്നേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച കുറെ ആളുകളുണ്ട്. അവർ പോകുന്ന അതേ സ്ഥലത്ത് നിങ്ങൾക്ക് പോയിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. ഇസ്ലാമിനെ സ്വപ്നം കാണുവാൻ നമുക്ക് സാധ്യമാകേണ്ടത്, ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടത്. അങ്ങനെ ഒരു സാക്ഷാത്കാരത്തിന്റെ ഒരു പുലരിയായി ഈ ഹിജ്റ, ഈ കലണ്ടറുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ എല്ലാവരും തിരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിലെ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ചു നോക്കി കഴിഞ്ഞാൽ എല്ലാം ഇസ്ലാമിനെതിരെയായിരുന്നു. ഇസ്ലാമിനെ ഒറ്റപ്പെടുത്താൻ അവർ ശ്രമിച്ചത്. അപ്പൊ ഇസ്ലാമിനെ നല്ല രീതിയിൽ കൊണ്ടു നടത്തുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മുഹറത്തിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ സന്തതികളെ മോചിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്രായേൽ സന്തതികളെ അടിമകളാക്കി വെച്ച്, മനുഷ്യനെ എന്ന ഒരു പദവി പോലും നൽകാതെ അടിമകളാക്കി വെച്ച ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട് അതിൽ ജനനം കൊണ്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെയാണ് അവിടെ മോചനത്തിന് വേണ്ടി പ്രവാചകന്റെ ദൗത്യം യഥാർത്ഥത്തിൽ അടിമമോചനം മാത്രമായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയ പ്രവാചകന്മാരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ആരാധനകളും അനുഷ്ഠാനങ്ങളുമാണെങ്കിൽ തിരുത്തേണ്ടതുണ്ട്. പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒറ്റ ദൗത്യം ഇസ്രായേൽ സന്തതികളെ മോചിപ്പിക്കുക. ഇസ്രായേൽ സന്തതികളെ മോചിപ്പിക്കുമ്പോൾ ആ സമൂഹം മുസ്ലിങ്ങളായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേൽ സന്തതികൾ മുസ്ലിങ്ങളല്ലാത്ത സാഹചര്യത്തിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്തതികളെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നത്. മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണോ വാദിച്ചിരുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. ഉമ്മത്തിനും സമുദായത്തിനും വേണ്ടി സംസാരിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മുഹറം മാസത്തിൽ മനസ്സിലാക്കേണ്ടത്, അടിമകളായി വിവേചനങ്ങൾക്ക് അടിമയാക്കപ്പെട്ട ഒരു സമൂഹത്തെ മോചിപ്പിക്കുക, അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മൂസാ നബി അങ്ങനെയാണ് എഴുന്നേറ്റുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മോചിപ്പിച്ചു കൊണ്ടുപോയിട്ട് അവർ ചെയ്ത കഥ. പശുക്കുട്ടിയെ, ഗോമാതാവിനെ ആരാധിച്ചൊരു സമൂഹമായിരുന്നു. പിന്നീടാണ് അവർക്ക് ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയത് വംശീയതക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. സ്വത്വം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തെ മോചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ ഇന്ന് മുസ്ലിങ്ങൾക്ക് സ്വത്വം നഷ്ടപ്പെട്ടു, വീണ്ടും വന്നു NRC. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പൗരത്വം എടുത്തു മാറ്റുവാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പോരാട്ടം നമുക്ക് വലിയൊരു പാഠമാണ് എന്നുള്ളതാണ്. വംശീയമായും വർഗീയമായും വേർതിരിച്ചുകൊണ്ട് ഭരണം നടത്തിയ ഫിറഔൻ, അവിടുത്തെ ഇസ്രായേൽ സന്തതികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെ ജനിച്ചത് ആൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ അറുകൊല ചെയ്യുന്ന സാഹചര്യത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഇസ്രായേൽ സന്തതിയിൽ ജനിപ്പിക്കുകയും അവിടുന്ന് നൈൽ നദിയിൽ ഒഴുക്കുകയും ചെയ്യുന്നുണ്ട്. നൈൽ നദിയിൽ ഒഴുക്കുമ്പോൾ ശത്രുവിന്റെ കൊട്ടാരത്തിലാണ് വളരുന്നത് എന്ന് മനസ്സിലാക്കണം. മൂസാ നബിയുടെ പേര് നൽകിയത് ആരാണ്? മൂസാ നബിക്ക് പേരിട്ടത് ആരാണ്? സ്വന്തം ഉമ്മയല്ല പേരിട്ടത്, അള്ളാഹു അല്ല പേരിട്ടത്. കൊട്ടാരത്തിൽ നിന്നാണ് പേര് കൊടുക്കുന്നത്. എന്താണ് മൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജലാശയം എന്നുള്ളതാണ് അർത്ഥം. അവിടെയും
അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശത്രുക്കൾക്കിടയിൽ ഈ പ്രവാചകനെ നിലനിർത്തുന്നുണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ്. മൂസാ നബിയുടെ പ്രധാനപ്പെട്ട ദൗത്യം അതായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ പശുക്കളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തെ മോചിപ്പിച്ചുകൊണ്ട് സംരക്ഷണം കൊടുത്ത പ്രവാചകനാണ് മൂസാ നബി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് അവിടെ നിന്ന് ഫറോവയിൽ നിന്ന് മോചനം കിട്ടി, സംരക്ഷണം കിട്ടി, രക്ഷപ്പെട്ട ഒരു സന്തോഷ സുദിനമാണ് മുഹറം 10 എന്നുള്ളത്. മുഹറം 10 ഇത് സംഭവിച്ചത്. മുഹറം 10 നീതി നിഷേധിക്കപ്പെടുന്നവർക്കുള്ള മോചനത്തിന്റെ വിജയ കാഹളമോദിയ സംഭവമാണ്. അതിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമ്മൾ മുഹറം നോമ്പ് അനുഷ്ഠിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നീതി നിഷേധിക്കപ്പെട്ടവരെ മോചിപ്പിക്കപ്പെട്ടപ്പോൾ അതിന് പകരമായി നന്ദി സൂചകമായി നോമ്പനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. വേറെ പ്രത്യേകത ഒന്നുമില്ല. ആ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. മുഹറം നോമ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. ആശുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആശുറ ദിവസം നോമ്പ് നോക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ അതുവഴി അള്ളാഹു പൊറത്തു തരും എന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഒരിക്കൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ജൂതരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുവാൻ വേണ്ടി മുഹറം 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്. 10 ജൂതന്മാർ നോമ്പനുഷ്ഠിച്ചത്. അതിൽ നിന്നൊരു വ്യത്യസ്തത നമുക്കുണ്ടാവേണ്ടത് മുഹറം 9 നോമ്പനുഷ്ഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റത്തെ വർഷം ജീവിച്ചിരിപ്പുണ്ടായില്ല. എന്നാൽ വാക്കാൽ അതൊരു സുന്നത്തായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിച്ചു, നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പുണ്യമുള്ള നമസ്കാരം ഏതെന്ന് ചോദിച്ചപ്പോൾ അർദ്ധരാത്രിയുള്ള നമസ്കാരമാണ്. ഫർളിന് ശേഷം ഏറ്റവും പുണ്യമുള്ള നമസ്കാരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തഹജ്ജുദ് നമസ്കാരമാണ്, അർദ്ധരാത്രിയുള്ള നമസ്കാരമാണ്. വീണ്ടും ചോദിച്ചു, സഹാബി ചോദിച്ചു, റമദാൻ ശ്രേഷ്ഠമായ നോമ്പാണ്, അതിനുശേഷം ഏത് നോമ്പാണ് ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിന്റെ മാസത്തിലെ ആ നോമ്പുണ്ടല്ലോ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ആ നോമ്പ് എന്തിനു വേണ്ടിയാണ് സഹോദരി സഹോദരന്മാരെ? എന്തിനു വേണ്ടി? ഒരു സമൂഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ വിജയ കാഹളമായിക്കൊണ്ട് അനുഷ്ഠിക്കുന്ന നോമ്പാണ് മുഹറം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മുഹറത്തിനെ കുറിച്ച് മറ്റൊരു സംഭവമാണ്. മുഹറം 10 നടന്ന ഒരു ദുഃഖകരമായ സംഭവമാണ് കർബല സംഭവം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് പ്രശ്നങ്ങൾ ഗുരുതരമായി കൊണ്ടിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചപ്പോൾ ആ ഘാതകരെ കണ്ടെത്താൻ അലി റളിയല്ലാഹുവിന് സാധിച്ചില്ല. അതിനെതിരെ മുആവിയ റളിയല്ലാഹു അൻഹു പടയൊരുക്കം നടത്തുകയാണ്. ജമൽ യുദ്ധം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണ്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു കരാറിലെത്തുന്നു. കാലശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. അലി റളിയല്ലാഹുവിന്റെ കാലശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുമ്പോൾ പിന്നീട് ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്നുള്ള കരാറിലാണ് മുആവിയ റളിയല്ലാഹു അൻഹു അധികാരമേൽക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ മകനെ സിയാദിനെയാണ് ഏൽപ്പിക്കുന്നത്. ഈ സിയാദ് എന്ത് ചെയ്യുന്നു? അതിക്രൂരനായിരുന്നു എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിലാണ് മദീനയിലായിരുന്നു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നിയന്ത്രണം നടന്ന മദീനയിലായിരുന്നു. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഈ അധികാരം കിട്ടിയപ്പോൾ ദമസ്കസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദമസ്കസിൽ വെച്ചാണ് പിന്നെ അതിന്റെ കേന്ദ്രമാക്കി മാറ്റിയത്. ദമസ്കസാണ് ഭരണ കേന്ദ്രമാക്കി, മദീനയിൽ നിന്ന് മാറ്റി. എന്നാൽ നേരത്തെ തീരുമാനിച്ച പ്രകാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ജനങ്ങൾ തെരഞ്ഞെടുക്കട്ടെ എന്ന അഭിപ്രായത്തിനനുസരിച്ച് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും തെരഞ്ഞെടുത്തു. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ യസീദ് ഇതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തൽക്കാലം ഒരു പ്രശ്നത്തിന് വഴിയൊരുക്കേണ്ട, അദ്ദേഹം ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് ഹസൻ റളിയല്ലാഹു അൻഹു മാറി നിൽക്കുകയാണ്. പിന്നീട് ഈ യസീദിന്റെ ഭരണം വളരെ മോശമായി എന്ന് കണ്ടപ്പോൾ, ജനങ്ങൾക്കിടയിൽ വികാരങ്ങൾ ഇളകിയപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കണമെന്നുള്ള ആവശ്യം നിരന്തരമായി മദീനയിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടപ്പോൾ ഈ സംഗതി ചർച്ച ചെയ്യുവാൻ വേണ്ടി യസീദ് ഹുസൈൻ റളിയല്ലാഹുവിനെ ക്ഷണിക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘവും 75ഓളം വരുന്ന സംഘവും, സ്ത്രീകളടക്കമുണ്ട്, വരുന്ന സംഘവും ചർച്ചയ്ക്ക് വേണ്ടി പോവുകയാണ്. ഇറാഖിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഇറാഖിലെ കർബല എന്ന സ്ഥലത്ത് വെച്ച് ചതിയിലൂടെ ഇവരെ വകവരുത്തുകയാണ് ചെയ്യുന്നത്. കുറെ സംഭവങ്ങളുണ്ട്, സമയപരിമിതി പോലെ ഞാൻ ചുരുക്കുകയാണ്. അവിടെ ചതിയിലൂടെ
ഹുസൈൻ റളിയല്ലാഹുവിനെ വധിച്ചു കളയുന്നു. എന്നിട്ട് മുസ്ലിം എന്ന ഒരു പടയാളിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം വധിച്ച് അദ്ദേഹത്തിന്റെ വാളിൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ തല കുത്തി നിർത്തിക്കൊണ്ട് ദമസ്കസിലേക്ക് യസീദിന് മുന്നിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഖേദകരമായ ഒരു സംഭവം ഈ സംഗതി ഈ മുഹറം 10 സംഭവിച്ചത്. ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട് ഈ സംഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നോമ്പ് എന്നുള്ളത്. അതൊരിക്കലും മുഹറം 10 ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നതാണ് എന്ന് സാന്ദർഭികമായി പറയുകയാണ്. അത് ദുഃഖകരമായ ഒരു സംഭവം കൂടിയാണ് എന്ന് ഈ സാഹചര്യത്തിൽ ഉണർത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹറം 10 വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഈ സംഭവം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചില വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നാം അതിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് എന്നുള്ള ഉത്തരവാദിത്വ ബോധം ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് ചില അടയാളപ്പെടുത്തലുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ, അത് സാമുദായികമായി പറയാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ വർത്തമാനത്തിൽ സാമുദായികത കടന്നു വരാൻ, വർഗീയമായ ചിന്താഗതികൾ നമ്മൾ കടന്നു വരാൻ പാടില്ല. ഇന്ന് ഏറ്റവും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹിജ്റയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബനു ഇസ്രായേൽ സന്തതികളെ മോചിപ്പിച്ച സംഭവവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ വിശാലമാക്കേണ്ടതുണ്ട്. സമർപ്പണത്തിന്റെ പാതയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ്, നമ്മുടെ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ് എന്ന് മുഹറം 10 നോമ്പനുഷ്ഠിക്കുമ്പോൾ ആ ഒരു നിയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഞാൻ എന്തിനാണ് ഈ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് മനസ്സിലാക്കേണ്ട സംഗതി, ഒരു സമൂഹത്തിനെ മോചിപ്പിച്ചതിന്റെ സാക്ഷ്യം വഹിക്കുകയാണ് ഞാൻ ഈ നോമ്പിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്തമാണ് ഒരു സമൂഹത്തിൽ അനൈക്യമോ അല്ലെങ്കിൽ അനീതിയോ നടമാടുന്നുണ്ടെങ്കിൽ അതിനെതിരെ പോരാടേണ്ട ഉത്തരവാദിത്വം ഈ മുഹറം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ആകെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുരുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാരൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് സാമൂഹികതയെ അഡ്രസ് ചെയ്തുകൊണ്ടായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമത്ത മോചനത്തിനെ സംബന്ധിച്ച് ഒട്ടനവധി ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതിന്റെ പ്രതിഫലത്തെക്കുറിച്ച്, അടിമകളെ മോചിപ്പിക്കുന്നതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനയിലുള്ള സാഹചര്യത്തിൽ വളരെ ദാരിദ്ര്യമുണ്ടാകുന്ന കാലഘട്ടമായിരുന്നു. ക്ഷാമമുള്ള ഒരു കാലഘട്ടം, കൃഷിയൊക്കെ ഉണങ്ങി വെള്ളമില്ലാത്ത സാഹചര്യം. അങ്ങനെയാണ് ഒരു കിണറ്റിൽ വെള്ളമുണ്ട്. ആ കിണറിന്റെ ഉടമസ്ഥൻ ഒരു ജൂതനായിരുന്നു. ആ ജൂതൻ അന്ന് പൈസക്ക് വിൽക്കാൻ തുടങ്ങി വെള്ളം. അന്ന് തുടങ്ങിയതാണ് ഈ പരിപാടി. ഇപ്പൊ നമ്മൾ കുപ്പിയിലാക്കി വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലേ അന്ന് തുടങ്ങിയതാണ് കുപ്പിയിൽ വിൽപ്പന. അന്ന് വെള്ളം വിൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അത് നല്ല വില കൊടുത്തുകൊണ്ട് പൊതുസമൂഹത്തിന് കൊടുക്കുകയാണെങ്കിൽ അവർ സ്വർഗമാണെന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന് സമ്പന്നൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയിട്ട് ആ പൈസ കൊടുത്തിട്ട് പറഞ്ഞ് ഫുള്ള് തരാൻ കഴിയില്ല, പകുതി തരാൻ. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ പകുതി, കിണറിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു യൂസ് ചെയ്യാം, രണ്ടാമത്തെ ദിവസം ജൂതന്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ദിവസമായി കഴിഞ്ഞാൽ എല്ലാവരോടും പോയി ഒരു കോരി കൊണ്ടുപോകാൻ പറയും. പിന്നെ ഇയാൾക്ക് കച്ചവടം നടക്കൂല, കാരണം പിറ്റേ ദിവസം പൈസ കൊടുത്തിട്ട് ആരും വാങ്ങാൻ വെള്ളത്തിനില്ല. അവസാനം ജൂതൻ മുഴുവനായിട്ട് എടുത്തോ എന്ന് പറഞ്ഞ് കാശിന് കൊടുത്ത് കൊന്ന സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സമൂഹത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുവാൻ ഉത്തരവാദപ്പെട്ടവരാണ് നമ്മൾ. അത് വെച്ചുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ പ്രക്രിയയിലേക്ക് ഏർപ്പെട്ടത്. അത് വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് ചെയ്തവന് സ്വർഗമാണ് എന്നും പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ വേണ്ടപ്പെട്ടവര്, ആവശ്യക്കാര്, ഇതൊക്കെ അല്ല, നമ്മൾ നീതിയുടെ പക്ഷത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നീതി പുലരുവാൻ നമ്മൾ കുടുംബക്കാരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ കണ്ടുകൊണ്ടല്ല ഇസ്ലാമിനെ നമ്മൾ കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തുന്നുണ്ട്. ഫസ്റ്റ് ഹിജ്റ പോകുന്നതിന് മുമ്പ് എവിടേക്കാണ് പോകുന്നത്? മക്കയിൽ നിന്ന് നിക്കക്കള്ളിയില്ലാതെ പോകുന്നത് ത്വായിഫിലേക്കാണ്. ത്വായിഫിലേക്ക് പോകുമ്പോൾ പ്രവാചകന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നം എന്തായിരുന്നു? എൻ്റെ ഉമ്മയുടെ കുടുംബക്കാർ മുഴുവനും ത്വായിഫിലാണ്, അതുകൊണ്ട് എനിക്കൊരു സംരക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചു. കുടുംബക്കാരും അതുപോലെ തന്നെ ജനിച്ചു വളർന്നു എന്നുള്ള ആ ഉമ്മയോടൊപ്പം അവിടെ ജീവിച്ച ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോയത്. ത്വായിഫിൽ പോയപ്പോൾ ഇതിനേക്കാളും കഷ്ടമായിരുന്നു, കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കുടുംബക്കാരെയും വേണ്ടപ്പെട്ടവരെയും കണ്ടിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളതാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കുടുംബക്കാരും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ട് ഒരാളും ബിസിനസ്സിന് പോകണ്ട. കാരണം ഇതാണ് അവസ്ഥ. അപ്പൊ ആദർശപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുടുംബക്കാരൊക്കെ കണ്ടിട്ടോ നാട്ടുകാരെ സുഹൃത്തുക്കളെ കണ്ടിട്ടല്ല, നമ്മുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിന്റെ നീതിക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൂഷണങ്ങൾക്കെതിരെ പൗരോഹിത്യവും അധികാരവർഗികളും ചേർന്നുകൊണ്ട് സമൂഹത്തെ ചൂഷണം ചെയ്തപ്പോൾ അതിനെതിരെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശബ്ദിച്ചത്. അതിന്റെ പേരിലാണ് തീയിലിട്ടത്. അവിടുന്ന് രക്ഷപ്പെട്ട് ഹിജ്റ പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കച്ചവടത്തിലെ കൃത്രിമത്വം കണ്ടപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പ്രവാചകനായിരുന്നു ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ചരിത്രത്തിൽ. അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം സദാചാര ലംഘനം, ഈ ട്രാൻസ്ജെൻഡർമാരുടെ കാലഘട്ടമായിരുന്നു. ഇത് പണ്ടുണ്ട്. സ്വന്തം വർഗത്തെ പ്രേമിക്കുന്നവരായി മാറുന്ന ഒരു കാലഘട്ടം. എന്തിനേറെ പറയുന്നു, പരിശുദ്ധരായ മലായിക്കത്തുകൾ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുത്ത് വന്നപ്പോൾ മനുഷ്യരൂപം പൂണ്ട് എത്തിയപ്പോൾ അവരെ വരെ രമിക്കുവാൻ വേണ്ടി ശ്രമിച്ച ഒരു സമൂഹമായിരുന്നവർ. അവരെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിലെ അന്യായങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ. അവരുടെ ദൗത്യം അതായിരുന്നു എന്നുള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രക്രിയയാണ് ചെയ്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകലമാന തിന്മകൾക്കെതിരെയും പോരാട്ടം നടത്തി, ഹിജ്റ നടത്തി, തബൂക്ക് നടത്തി, ഖണ്ടക്ക് നടത്തി, ബദർ നടത്തി, ഉഹുദ് നടത്തി, ഇങ്ങനെ തുടങ്ങി വൈവിധ്യങ്ങളായ യുദ്ധങ്ങളിലൂടെ ഇസ്ലാമിക സംസ്കാരം ഉയർത്തിപ്പിടിക്കുവാൻ, ഇസ്ലാമിന്റെ നീതി ഉയർത്തിപ്പിടിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുക. വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഇസ്ലാമിനെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്നാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ കാര്യത്തെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على سيدنا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله.